അപ്പോ റിംഗിങ് ലൈഫ് എന്ന ഷോർട്ട് ഫിലിമിന്റെ ഡയറക്ടറും പിന്നെ അതിൽ അഭിനയിച്ച ആളാണ്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് ഒരു ഇൻട്രൊഡക്ഷൻ തരാമോ, നിങ്ങൾ എന്താ ചെയ്യുന്നത്? എൻ്റെ പേര് സുകന്യ എന്നാണ്. വീട് തൃശ്ശൂര് കുന്നംകുളത്താണ്. ഇപ്പോൾ എറണാകുളത്താണ് താമസം. ഇപ്പോൾ റിംഗിങ് ലൈഫ് ഷോർട്ട് ഫിലിമിൽ ഒരുപാട് ആർട്ടിസ്റ്റുകൾ അഭിനയിച്ചിട്ടുണ്ട്. അവരൊക്കെ വഴിയെ പരിചയപ്പെടാം. അതുപോലെ തന്നെ അതിൽ അഭിനയിച്ച ചെറിയൊരു റോളാണെങ്കിലും അഭിനയിച്ച മറ്റൊരു വ്യക്തിയാണ് നമ്മുടെ കൂടെ ഉള്ളത്. എൻ്റെ പേര് നാൻസി. ഞാൻ മൂവാറ്റുപുഴയിൽ നിന്നാണ് വരുന്നത്. എൻ്റെ ഒരു എന്താ പറയുക ആശാവർക്കറാണ്. അപ്പം എൻ്റെ രണ്ടാമത്തെ ഷോർട്ട് മൂവിയാണിത്. ജയശ്രീയുടെ കൂടെ തന്നെയാണോ ആദ്യത്തെയും രണ്ടാമത്തെയും ഇത് തന്നെയാണ്. മേഡം വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു ചെറിയൊരു ഭാഗം ഇട്ടിട്ട് എന്നോട് പറഞ്ഞു അതൊന്ന് ചെയ്ത് കാണിക്കാവോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു നോക്കാം, കാരണം വെച്ചാൽ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഞാൻ ഒന്ന് ശ്രമിച്ചു നോക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ ശ്രമിച്ചു. ഇട്ട് കൊടുത്ത് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു എടി ഓക്കെ നമുക്ക് എടുക്കാറോ, ഓക്കെ ഞാൻ സെലക്ട് ചെയ്തു, നീ വായോ എന്ന് പറഞ്ഞു. ആക്ച്വലി ആ സംഭവം എങ്ങനെയാന്ന് വെച്ചാൽ ഞങ്ങൾക്ക് വേറൊരു സംഘടന ഉണ്ടായിരുന്നു, ഒരു സപ്പോർട്ടിങ് ആക്ടേഴ്സിന്റെ ഒരു ഗ്രൂപ്പ് തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ അതിലെ ആർട്ടിസ്റ്റുകൾക്ക് എല്ലാവർക്കും ഓരോ ചെറിയൊരു തീം ഇട്ട് കൊടുക്കും. ആ തീം ഇട്ട് കൊടുത്തിട്ട് അതില് അഭിനയിച്ച് കാണിക്കാൻ പറഞ്ഞപ്പോൾ അങ്ങനെ ഒരുപാട് പേര് ചെയ്തു. ആ ചെയ്തതില് നമ്മൾ ചെയ്തത് ഭയങ്കര നാച്ചുറാലിറ്റി എനിക്ക് ഫീൽ ചെയ്തു. അപ്പോ ഞങ്ങൾ അങ്ങനെ വലിയ കൂട്ടൊന്നും ഉണ്ടായിരുന്നില്ല, ഭയങ്കര ജാട. ആൾക്ക് എന്നെ ഇഷ്ടമല്ല, എനിക്ക് ആളെന്നെ ഇഷ്ടമല്ല, അങ്ങനത്തെ ഒരു അത്രേ ഉള്ളൂ. അങ്ങനെ അത് അഭിനയിച്ച് കണ്ടു നോക്കുമ്പോ കഴിവുള്ള ഒരാളാണ് എന്ന് എനിക്ക് മനസ്സിലായി. അന്നേരം ഞാൻ നൈറ്റ് തന്നെ തോന്നിട്ട് വിളിച്ചത് അല്ലേ, നൈറ്റ് തന്നെ ഞാൻ ആളെ വിളിച്ചു, അടിപൊളിയുണ്ട്, സൂപ്പറായിട്ട് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പറഞ്ഞു. പിന്നെ ഇങ്ങനൊരു നമ്മളുടെ ഷോർട്ട് ഫിലിമിലേക്ക് ഒരു അവസരം വന്നപ്പോൾ നമ്മളാളെ വിളിച്ചു. എങ്ങനെയാണ് ഈ റിംഗിങ് ലൈഫ് എന്നത് ഷോർട്ട് ഫിലിം സംഭവിക്കുന്നത്? റിംഗിങ് ലൈഫ് എന്നുള്ള ഷോർട്ട് ഫിലിമിന് മുന്നേ ഞാൻ വേറൊരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്. ആക്ച്വലി എനിക്ക് ഏറ്റവും ഇഷ്ടം അഭിനയമാണ്. അഭിനയ രംഗത്തേക്ക് വരാനായിരുന്നു ഏറ്റവും ഇഷ്ടം. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ചെറുതായിട്ട് കവിതകളൊക്കെ ചൊല്ലുമായിരുന്നു. അപ്പോൾ ഈ കാട്ടുപൂവ് എന്നുള്ള കവിത രചിച്ച വിനോദ് പൂവക്കോട് എന്നുള്ള ആ വ്യക്തി ഉള്ള ക്ലബ് ഹൗസിൽ ഞങ്ങൾ പരിചയപ്പെടുന്നത്. അപ്പൊ ആരാണെന്നൊന്നും അറിയില്ല. പക്ഷെ അവിടെ ചെന്നിട്ട് ആളെന്നോട് പറയാ സുഗുമോൾ എന്നാണ് ക്ലബ് ഹൗസിൽ നെയിം. സുഗുമോൾ ഒരു കവിത ചൊല്ലോ. ഞാൻ പറഞ്ഞത് കാട്ടുപൂ ചൊല്ലോ ചോദിച്ചു. ഞാൻ അവിടെ നിന്ന് ചെല്ലുമ്പോൾ എൻ്റെ കൂട്ടുകാർ വന്നിട്ട് പറയുന്നുണ്ട് സുഗു ചെല്ലരുത്, അപ്പൊ ചിലർ ചെല്ലേന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ആ ഒരു ഇതില് ഞാൻ കാട്ടുപൂ കവിത ആലപിക്കുന്നു. ആള് ഭയങ്കരമായിട്ട് എന്നെ അപ്രിഷ്യേറ്റ് ചെയ്യണു. പിന്നെ ആള് എനിക്ക് അതിന് വേണ്ടിയിട്ട് എനിക്ക് തന്ന ഒരു ഗിഫ്റ്റാണ് ഈ വേറൊരു കവിത. ആളുടെ തന്നെ വേറൊരു കവിത പ്രവീൺ നീരജ് പാടിയത് തന്നെ, കാട്ടുപൂ പാടിയ ആള് തന്നെയാണ് ഇതും പാടിയിട്ടുള്ളത്. അപ്പോൾ ആ ആള് എനിക്ക് ഗിഫ്റ്റായിട്ട് തന്നൊരു കവിത ഞാൻ തന്നെ വിഷ്വലൈസ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ അത് ചെയ്തതാണ് എൻ്റെ പറയാൻ മറന്ന പ്രണയം എന്നൊരു ഷോർട്ട് ഫിലിം. അപ്പൊ അതിനുവേണ്ടി ആ കവിതയ്ക്ക് സ്റ്റോറി എഴുതി നോക്കുന്ന സമയത്ത് ഒരു ഷോർട്ട് ഫിലിമിനുള്ളതുണ്ടല്ലോ എന്ന് തോന്നി. അങ്ങനെ അത് ഷോർട്ട് ഫിലിം ആക്കി അതിൽ ഈ കവിത ഉൾക്കൊള്ളിച്ചു. അങ്ങനെയാണ് ഈ ഡയറക്ഷൻ മേഖലയ്ക്ക് ഞാൻ വരുന്നത്. പിന്നീടാണ് ഈ മൊബൈൽ യൂസ്. ഇപ്പൊ എല്ലാ പിള്ളേരും മൊബൈൽ യൂസാണ്. അപ്പൊ ആ മൊബൈൽ യൂസിനെ പറ്റിയിട്ട് എൻ്റെ ഒരു സുഹൃത്താണ് ഇതിന്റെ സ്റ്റോറി, ജോബി പാലാട്ടി. ആള് ഇടുക്കിയിലാണ്, JCB ഡ്രൈവറാണ്. അപ്പൊ ആള് ഇപ്പൊ ഒരു സിനിമയ്ക്കൊക്കെ സ്റ്റോറി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ആള് ഒരു ഹോസ്പിറ്റലിൽ വെച്ചിട്ടാണ് ഈ ഒരു സ്റ്റോറി എൻ്റെ അടുത്ത് പറയുന്നത്. കൊള്ളാം, ജസ്റ്റ് ഒരു ത്രെഡ് മാത്രമേ തന്നുള്ളൂ, കൊള്ളാന്ന് പറഞ്ഞു. പിന്നെ ആളത് സ്ക്രിപ്റ്റ് ആക്കി കയ്യിൽ തന്നു. അങ്ങനെ ഇത് റിംഗിങ് ലൈഫായിട്ട് മാറുന്നത്. മോളെ എന്ന് പറഞ്ഞിട്ട് എന്നെ ബുദ്ധി പറഞ്ഞ് ഒരു ധൈര്യം തന്നിട്ട് പറഞ്ഞയക്കുന്നത്. അവിടുത്തെ ഡ്രൈവേഴ്സ് ഉണ്ടായിരുന്നു 2 പിള്ളേര്, അഫ്സലെ അജ്മലെ എന്നോ അങ്ങനെ എന്തോ പേരായിട്ടുള്ള പേര്, ഒരാളുടെ പേര് ഞാൻ മറന്നു, അസ്ലം. അപ്പോൾ അവര് ഞാൻ റീൽസ് എപ്പോഴും ചെയ്യും. റീൽസ് ചെയ്യുന്ന കണ്ടിട്ട് ചേച്ചി ഇങ്ങനെ റീൽസൊക്കെ ചെയ്യണല്ലേ, സിനിമയ്ക്ക് അവസരം കിട്ടിയാൽ പോകും എന്ന് പറഞ്ഞു. അങ്ങനെ അവരാണ് എനിക്കൊരു അവസരം വാങ്ങിച്ചു തരുന്നത്. ഒന്ന് ക്രൗഡ് വർക്കാണ് കേട്ടോ, ആദ്യമായിട്ട് പോയത് ക്രൗഡ് വർക്കാണ്. അത് എതിരെയാണോ അങ്ങനെ ഏതോ ഒരു മൂവിയുടെ ക്രൗഡ് വർക്കിനാണ് ആദ്യം പോയത്. അപ്പോൾ നമുക്കറിയില്ല. അവിടെ ചെന്നിട്ട് ഒരു സജാദ് എന്ന് പറഞ്ഞ ആളെ കണ്ടാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ
ഞാൻ അവിടെ ചെന്നിട്ട് ആളെന്നെ ആദ്യമായിട്ട് കാണും. പിന്നെ അവിടെ നിന്ന് പോന്നു. പിന്നെ ആളെന്നെ വിളിക്കും. ബാക്കി എല്ലാവരും അവസരം ചോദിച്ചിട്ട് വിളിക്കും, നീ മാത്രം വിളിക്കുന്നില്ല. എനിക്കറിയില്ല വിളിക്കണോ, വിളിച്ചാൽ അവസരം കിട്ടുള്ളൂ എന്നുള്ളത് എനിക്ക് അറിയണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ അങ്ങനെ ഇടയ്ക്ക് അവസരം ഉണ്ടെന്ന് എനിക്ക് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. പിന്നെ ഓരോ ക്രൗഡ് വർക്കിനാണ് ആദ്യം ഇങ്ങനെ പോയി തുടങ്ങിയത്. പിന്നെ അവിടെ നിന്ന് ഷോർട്ട് ഫിലിം ഒരു 6 ഷോർട്ട് ഫിലിമിൽ ഹീറോയിനായിട്ട് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോഴും ആദ്യമായിട്ട് ഹീറോയിനായിട്ട് അഭിനയിച്ച ഷോർട്ട് ഫിലിം ഇപ്പോഴും ഇറങ്ങിയിട്ടില്ല. ഈ റിംഗ് ലൈഫിൻ്റെ സ്റ്റോറി തന്നിട്ടുള്ള ജോബി പാലാട്ടിയാണ് അതിൻ്റെ ആ ഷോർട്ട് ഫിലിമിൻ്റെ സ്റ്റോറിയും ആൾ തന്നെയാണ്, അതിലെ ഹീറോ ആൾ തന്നെയാണ്. പക്ഷെ അത് ഇതേവരെ ഇറങ്ങിയിട്ടില്ല കേട്ടോ. പക്ഷെ ഇറങ്ങിയിട്ടില്ല, ഇതേവരെ ഇറങ്ങിയിട്ടില്ല. ഒരു 3-4 വർഷമായി. അതെന്തോ എനിക്കറിയില്ല അതെന്താ ഇറങ്ങാത്തത് എന്നുള്ളത്. അത് അതിൻ്റെ ഡയറക്ടറും പിന്നെ അവർ കുറച്ച് പേരെല്ലാവരും കൂടി ഫണ്ട് എടുത്തിട്ടൊക്കെ ചെയ്താൽ തോന്നുന്നുണ്ട്. ഇനിയിപ്പോൾ അത് ഇറങ്ങൂല്ലേ എന്നുള്ളത് അറിയില്ല. പക്ഷെ അതിന് ശേഷം ചെയ്തിട്ടുള്ള 6 ഷോർട്ട് ഫിലിമോളം റിലീസ് ചെയ്ത്. അപ്പോൾ ഈ പൊതുവെ ഈ ഒരു റിംഗ് ലൈഫ് കാണിക്കുന്നത് ഒരു യങ്സ്റ്റർ, ഒരു 10 ജനറേഷനിലെ ഒരു കുട്ടിയുടെ മൊബൈൽ യൂസ്, അത് നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും അയക്കുന്നത്. അപ്പൊ ആ ഒരു ടോപ്പിക്ക് എത്രത്തോളം നമ്മുടെ യങ്സ്റ്റേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്? തീർച്ചയായും ഇത് ഇപ്പോഴത്തെ കുട്ടികൾ ഇപ്പോൾ നമ്മുടെ ലോക്ക്ഡൗണിന് ശേഷമാണ് ഓൺലൈൻ ക്ലാസ് വന്നത്. ഈ ഓൺലൈൻ ക്ലാസ് വന്നേ പിന്നെ എൻ്റെ അനുഭവത്തിലും ഞാൻ ഓൺ വോയിസ് വീഡിയോസ് ഒക്കെ ചെയ്യുന്നത് കൊണ്ട് ഓരോ കുട്ടികളാണെങ്കിലും പാരൻസ് ആണെങ്കിലും എനിക്ക് മെസ്സേജ് അയച്ച് ചോദിക്കും, മാഡം അത് അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഇപ്പോൾ വീട്ടിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ മുന്നൊക്കെ ഇതേപോലെ ഈ അടുത്തുള്ളവർക്കാണെന്നുണ്ടെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം വരുമ്പോൾ ഓടിച്ചെന്ന് ഇടപെടുന്ന ഒരു ക്യാരക്ടറും ആണ് എൻ്റെ. അപ്പോൾ അവർ ഇങ്ങനെ മെസ്സേജൊക്കെ അയച്ച് ചോദിക്കാറുണ്ട്. പക്ഷേ അത് വെച്ചിട്ട് എനിക്കറിയാവുന്ന ഒരു കാര്യമാണ്, ഇപ്പോഴത്തെ കുട്ടികൾ മൊബൈൽ യൂസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതിനും നമ്മൾ മൊബൈല് നല്ലതാണോ ആണ്, അന്ന ചീത്തയാണോ അതുമാണ്. നമ്മൾ ഉപയോഗിക്കുന്ന രീതിയാണ് മൊബൈൽ നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത്. മൊബൈൽ എന്നല്ല, ഏതൊരു മേഖല എടുക്കുകയാണെങ്കിലും ഏതൊരു ജോലി എടുക്കുകയാണെങ്കിലും അതിന് എപ്പോഴും 2 വശങ്ങളുണ്ട്, നല്ല വശമുണ്ട് ചീത്ത വശമുണ്ട്. അങ്ങനെ ആ നല്ല വശം മൊബൈലിലൂടെ നല്ല വശം ഉപയോഗിക്കുന്ന ആള് പഠിച്ച് ഓൺലൈൻ വഴി തന്നെ പഠിച്ച് നല്ല നിലയിലെത്തുന്നു. ഈ കുട്ടിയാണെങ്കിൽ ഈ ഫേസ്ബുക്ക് അതൊക്കെ വഴി, ഇപ്പൊ ഫേസ്ബുക്ക് ഇൻസ്റ്റ ഇതൊക്കെ ഇതിലെല്ലാത്തിലും ഓപ്ഷൻസ് ഉണ്ട്. കോൾ ചെയ്യാനാണെങ്കിലും വീഡിയോ കോള് മെസ്സേജിങ് എല്ലാത്തിനും ഇതുള്ള ഇതാണ്. അപ്പോൾ അതിലൂടെ ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ട് അവർ വീഡിയോ കോളും ചാറ്റിങ്ങും കാര്യങ്ങളും അത് പബ്ലിക് ആവുകയാണ്. അങ്ങനെ ആ ഒരു സിറ്റുവേഷനിൽ ഇപ്പോഴത്തെ കുട്ടികൾ ഓൺലൈൻ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസ്സിലാണ്, റൂം അടച്ചിട്ട് മോള് പഠിക്കുക അല്ലെങ്കിൽ മോൻ പഠിക്കുക, ഇതാണ് എല്ലാ രക്ഷിതാക്കളും ചിന്തിക്കുന്നത്. പക്ഷെ അവരവിടെ എന്ത് കാണിക്കുന്നു എന്ന് ഇവരറിയുന്നില്ല. അത് കറക്റ്റായിട്ട് ഈ റിംഗ് ലൈഫിൽ തുറന്ന് കാണിക്കുന്നുണ്ട്. എന്നുവെച്ചാൽ ഒരാൾ പഠിച്ചുകൊണ്ടിരിക്കണം, ഒരാൾ മൊബൈലിൽ നോക്കിയിട്ട് ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കണം, അവസാനം വീഡിയോ കോള്, അങ്ങനെ ആ ഒരു സംഭവം പബ്ലിക്കിന്റെ മുന്നിൽ എത്തിപ്പെടുക. അപ്പൊ പിന്നെ അത് പബ്ലിക്കിന്റെ മുന്നിൽ എത്തിപ്പെടുക എന്ന് മാത്രമല്ല, രക്ഷിതാക്കളും അത് കാണേണ്ട ഒരു അവസ്ഥ വരിക. സ്വന്തം മകളുടെ ഇത്തരം ഒരു കാര്യം രക്ഷിതാക്കൾ കാണേണ്ട ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഭയങ്കര നമുക്ക് ഊഹിക്കാവുന്നതിലപ്പുറമാണ് ആ ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ രക്ഷിതാക്കളുടെ ആ ഒരു വിഷമം, അവരിനെ എങ്ങനെ ഈ സമൂഹത്തിൽ ജീവിക്കും എന്നുള്ളതും, അങ്ങനെ അതില് അവര് ഇപ്പൊ ഓൾറെഡി റിംഗ് ലൈഫ് ഇറങ്ങിക്കഴിഞ്ഞു എങ്കിലും അതില് അവര് മരിക്കുകയാണ്. അതിന്റെ ആ ഒരു ഇതിലും ഈ സ്നേഹിച്ച ആ ഒരു വ്യക്തി ഈ പെൺകുട്ടിയെ ചതിച്ചു എന്നുള്ളതും എല്ലാം കൂടിയപ്പോൾ ഈ പെൺകുട്ടി മെന്റലി ഡിപ്രഷൻ ആവുകയാണ്. അങ്ങനെ ആ കുട്ടി നന്നായി പഠിച്ചിരുന്ന കുട്ടിയാണ്. ആ കുട്ടിയുടെ കരിയർ അതോടെ അവസാനിച്ച് നശിക്കുകയാണ്. പക്ഷെ കൂടെ ഉണ്ടായിരുന്ന രണ്ട് പേരായിട്ടാണ് അഭിനയിക്കുന്നത്, ചേട്ടൻ്റെ അനിയനും മക്കളായിട്ട്. കൂടെ ഉണ്ടായിരുന്ന വ്യക്തി നല്ല രീതിയിൽ പഠിച്ച് കളക്ടർ ആവുകയാണ്. അതിലെ ഡയറക്ടർ എന്നുള്ളത് മാത്രമല്ല, ഇതിലെ ആ കളക്ടർ വേഷം ചെയ്തത് ഞാൻ തന്നെയാണ്. അപ്പോൾ ആ കുട്ടി പഠിച്ചിരുന്ന കുട്ടി കളക്ടറായിട്ട് വരും, മറ്റേ കുട്ടി മെന്റലായി മാറുകയാണ്. അത് ലാസ്റ്റിലേക്കാണ് ഇത് ആ കുട്ടിയാണ് അങ്ങനെയുള്ള ഒരു ഇത് വരുന്നുള്ളൂ.
അത് ശരിക്കും പറയാ വെച്ചാൽ അവരെങ്ങനെയാണ് മൊബൈൽ യൂസ് ചെയ്തത് എന്നുള്ളതൊക്കെ റിംഗിങ് ലൈഫ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി രക്ഷിതാക്കളാണെങ്കിലും എങ്ങനെ കുട്ടികളോട് മൊബൈൽ യൂസ് ചെയ്യുന്ന സമയത്ത് അവർ യൂസ് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. അത് ആണ് ഇപ്പോൾ പബ്ലിക്കിന് നമ്മൾ റിംഗിങ് ലൈഫ് കൊടുക്കുന്ന ഒരു ഇൻഫർമേഷൻ, ഒരു അവയർനെസ്. അല്ല, എന്റെ ഈ പറഞ്ഞാൽ എന്റെ മോള് ഇതിൻ്റെ അകത്തൊരു ചെറിയ വേഷം ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ എന്റെ മക്കളാണെങ്കിലും സ്കൂൾ വിട്ട് വരുമ്പോൾ തന്നെ അവന് പഠിക്കാനുണ്ടോ അല്ലെങ്കിൽ ഫുഡ് കഴിക്കുന്നുണ്ടോ ഇതൊന്നുമല്ല, വരുമ്പോൾ തന്നെ മൊബൈലാണ് അവൻ നോക്കുന്നത്. അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒത്തിരി ഈ റിംഗ് ലൈഫ് എന്ന ഷോർട്ട് മൂവി കണ്ടതോടുകൂടി കുറെ കാരണന്മാരെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു മക്കളാണെങ്കിലും ഇപ്പൊ മൊബൈൽ ഒത്തിരി യൂസ് ചെയ്ത് കുറച്ചിട്ടുണ്ട്. കാരണം പെൺപിള്ളേർക്കാണ് ഏറ്റവും കൂടുതൽ ഒരു 18-15 വയസ്സാകുമ്പോഴത്തേക്ക് ഇൻസ്റ്റാഗ്രാമിൽ അക്കൗണ്ട് തുടങ്ങിക്കോട്ടെ അമ്മ, അല്ലെങ്കിൽ ഫേസ്ബുക്ക് എടുത്തോട്ടെ അമ്മ എന്നുള്ളൊരു ചോദ്യത്തിലുണ്ട്. അല്ലെങ്കിൽ വന്നു കഴിയുമ്പോൾ തന്നെ ചിലപ്പോൾ മൊബൈലിലായിരിക്കും പഠിക്കാനുള്ള കാര്യങ്ങൾ മൊത്തം മൊബൈലിലാണ് വരുന്നത്. അപ്പൊ മൊബൈൽ എടുത്തോട്ടെ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പല കാരണന്മാരും ഉണ്ട്. പക്ഷെ എന്തോ ഈ റിംഗിങ് ലൈഫ് എന്ന ഷോർട്ട് മൂവി ഇറങ്ങിയവരോട് കുറെ കാരണന്മാർ എന്നെ വിളിച്ച് പറഞ്ഞു കേട്ടോ, ഒത്തിരി മാറ്റങ്ങൾ പിള്ളേർക്ക് വന്നിട്ടുണ്ട്. കാരണം പിള്ളേർ ഇത് കണ്ടു, അത് കൂടുതലും പെൺപിള്ളേരാണെങ്കിലും ഇത് കാണാനുള്ള ഒരു മനസ്സ് കാണിച്ചു. അത് പക്ഷെ നമ്മുടെ ഇവിടെ ചിലപ്പോൾ പഴയ കാലത്തില്ല. ഇപ്പൊ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൊറോണയ്ക്ക് ശേഷം എല്ലാം ഡിജിറ്റലായി. അപ്പൊ ഒബ്വിയസ്ലി ഫോൺ യൂസ് ചെയ്യേണ്ടതുണ്ട്. അതും ഇപ്പത്തെ ഒരു ഇതില് കുട്ടികളെ മാത്രമല്ല, യങ് ജനറേഷൻ മാത്രമല്ല ഫോൺ യൂസ് ചെയ്യുന്നത്. ഏജ്ഡ് ആയിട്ട് ഒട്ടും ആ ഒരു ജനറേഷനിൽ ഫോൺ ഇല്ലാതെ ഇരുന്ന ഒരു ജനറേഷനിലുള്ള ആൾക്കാരടക്കം ഫോൺ യൂസ് ചെയ്യുന്നു, അഡിക്റ്റ് ചെയ്യുന്നു. അവർക്ക് ഓരോ അബദ്ധങ്ങളും ക്രൈംസും നടക്കുന്നു. അപ്പൊ നമുക്ക് ഈ യങ് ജനറേഷന് മാത്രം ഇങ്ങനെ പറയാൻ പറ്റില്ലല്ലോ, അവര് മാത്രം വഴിതെറ്റി പോവാന്നുള്ളത്. അപ്പൊ അതിനെ പറ്റി ഇല്ല, അത് നമ്മള് യങ്ങേഴ്സിന് ഉദ്ദേശിച്ചും കൊണ്ട് മാത്രമല്ല. പക്ഷെ നമ്മൾ ഇപ്പോൾ ഒരു വീട്ടിൽ നടക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെങ്കൊച്ച് നമ്മൾ ഓരോ കണ്ടന്റ് എടുക്കുമ്പോഴും അതിൽ ഉൾപ്പെടുന്നത് ഇപ്പോൾ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിലും അത് വിൽക്കുന്നതിനാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ മൊബൈൽ വഴിയാണ് അത് ഞാൻ അവിടെ ഇവിടെ നമുക്കറിയില്ല, അങ്ങനെയൊക്കെയാണ് അവരാ സാധനം അവിടെ എത്തിച്ചു കൊടുക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നെക്സ്റ്റ് ഇനിയിപ്പോൾ അങ്ങനെ ഒരു കണ്ടന്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. ഇപ്പൊ നമ്മൾ ബേസ് ചെയ്തത് ഈ സ്കൂൾ പിള്ളേരെ ഓൺലൈൻ വഴി ക്ലാസ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്ന ഈ ഒരു സംഭവത്തെ മാത്രമാണ് ബേസ് ചെയ്തിട്ടുള്ളത്. അല്ലാതെ മൊബൈൽ ഫോൺ ചീത്തയാണ്. അപ്പൊ ഇപ്പൊ ഞാനാണെന്നുണ്ടെങ്കിലും മൊബൈൽ ഫോൺ കുറച്ചു നേരം ഇല്ലാതെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് പാടാം. പക്ഷെ നമ്മൾ അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, മൊബൈൽ ഫോൺ നല്ലതാണോ അല്ല, എന്നാ ചീത്തയാണോ അതും അല്ല, നമ്മൾ ഉപയോഗിക്കുന്ന രീതിയാണ് അത് നല്ലതാണോ ചീത്തയാണോ എന്ന് തീരുമാനിക്കുന്നത്.